വിഴിഞ്ഞത്ത് കള്ളന്മാരുടെ കാലവർഷം എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. വിഴിഞ്ഞത്ത് വീട് കുത്തി തുറന്ന വൻ കവർച്ച. മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്നും 16.5 പവനും 1 ലക്ഷം രൂപയുമാണ് കവർന്നത്. വീടിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അറിയാവുന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. റിട്ടയേർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഗിൽബർട്ടിന്റെ വെണ്ണിയൂരിലെ വീട്ടിൽ ഇന്ന് പുലർച്ചോടെയായിരുന്നു മോഷണം. മതിൽ ചാടിയെത്തിയ മോഷ്ടാവ് വീട് കുത്തി തുറന്ന് അകത്ത് കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 16.5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും കവരുകയായിരുന്നു. 1-ാം നിലയിലെ മുറിയിലുണ്ടായിരുന്ന അലമാര തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഈ അലമാരയിൽ 70 പവനോളം സ്വർണമാണ് സൂക്ഷിച്ചിരുന്നത്. ചേച്ചിയുടെ മകൻ മരണപ്പെട്ടതുകൊണ്ട് ഞാനും വൈഫും അവിടെ പോയി കിടക്കുന്നത്. ഫ്രണ്ട് ഗേറ്റ് പൂട്ടി അതുപോലെ പൂട്ട് കിടക്കുക. ഞാൻ തുറന്നകത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് ചാരിയിരിക്കുക. അകത്തുള്ള ലൈറ്റ് മുകളിൽ ലൈറ്റ് അതെല്ലാം കിടക്കുന്നുണ്ട്. അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ റൂം കംപ്ലീറ്റ് അരിച്ചു പുറകെ ഉള്ളതെടുത്തു. എൻ്റെ വൈഫിൻ്റെ റൂം അതരിച്ച് മുകളിൽ 2nd ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് മകൻ്റെ റൂമും എല്ലാം പൊളിച്ച്. വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് സംഘം, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 90 പവനോളം സ്വർണം വീട്ടിലുണ്ടായിട്ടും CCTVയോ സുരക്ഷയ്ക്കായി ഒരു നായയോ വീട്ടിലുണ്ടായിരുന്നില്ല. കുടുംബത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും അറിയാവുന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. വീടാകെ പരിശോധിച്ചതിന്റെ ലക്ഷണങ്ങളുമില്ല. സ്വർണമുള്ള 2 അലമാരകളാണ് മോഷ്ടാവ് കുത്തി തുറക്കാൻ ശ്രമിച്ചത്. ഇതും പോലീസിന് സംശയം വർദ്ധിപ്പിക്കുന്നു. വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV, ഫോൺ കോളുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.